വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോക്സിഫൈ മീഡിയ. ചത്താപച്ചയുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്കിന്ന് പറയാം. കണ്ടു വന്നിരുന്ന് ലൈവായിട്ട് അപ്പം തന്നെ വന്നിട്ട് ഇത് പറയുന്നു അഭിപ്രായം. പടം സൂപ്പറാണ്. റിംഗ് ഓഫ് റൗഡീസ്. ചത്താപച്ച പേര് പോലെ തന്നെ പടം അടിപൊളിയാണ്. തുടക്കത്തിൽ ആ ടൈറ്റിലിങ്ങിലൊരു ഫ്രൈഡേ ഫൈറ്റ് നൈറ്റ് എന്നുള്ളൊരു ടിക്കറ്റ് അതിങ്ങനെ പറന്ന് പോകുന്നത് തുടങ്ങി ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അടുത്തത് എന്തായിരിക്കും, ഇനി എന്തായിരിക്കും, എങ്ങനെയായിരിക്കും. ട്രെയിലർ നമ്മൾ ഓൾറെഡി കണ്ടിട്ട് ട്രെയിലറിനെ കുറിച്ചൊന്നും ഞാനൊന്നും പറയാറൊന്നുമില്ല. അങ്ങനെ എല്ലാ ട്രെയിലറും പറയാറില്ല. റെയറായിട്ടാണ് ഓരോ ട്രെയിലർ പറഞ്ഞത്. അപ്പൊ അത് കണ്ടു. അപ്പൊ എനിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട് ഇതിനെപ്പറ്റി. അതായത് ഇതിലെ ക്യാമറ ആംഗിൾസും എടുത്തേക്കുന്ന രീതി പിന്നെ നല്ല കളർഫുൾ ആണ്. നല്ല കളർ, അടിപൊളി പടം. അതായത് ഇപ്പൊ ഈ അടുത്ത് ഞാൻ കണ്ടതിനകത്ത് ഇപ്പൊ നമ്മൾ സർവ്വമായയിൽ പറയുകയാണെങ്കിൽ സർവ്വമായയിൽ നമുക്ക് കുറെ നൊസ്റ്റാൾജിക് സാധനങ്ങളൊന്നും നമുക്ക് കിട്ടാനൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല കേട്ടോ. അതിലേക്ക് ഞാൻ വരാം. പടത്തിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടിട്ട് ഇതിന്റെ റേറ്റിംഗ് അറിയണമെന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ റേറ്റിംഗ് ഇടാം. എന്നിട്ട് അത് കേട്ടിട്ട് പൊക്കോട്ടെ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി വർത്തമാനങ്ങൾ പറയാം. റേറ്റിംഗ് ഞാൻ ഔട്ട് ഓഫ് 10 8 കൊടുക്കും. കണ്ണടച്ച് കൊടുക്കും. അത് വാൾട്ടർ വൈറ്റിന്റെ പിള്ളേരെ തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ്. അത് ഞാനൊരു മമ്മൂട്ടി ഫാനോ മോഹൻലാൽ ഫാനോ അല്ല, അന്തം ഫാനല്ല, ആരുടെയും ഓവറായിട്ടുള്ളൊരു ഫാനല്ല. ഞാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിനകത്ത് തന്നെ ഇഷ്ടപ്പെടാത്ത വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇതിനകത്ത് നമ്മുടെ ഇതിന്റെ ഡയറക്ടർ ചെയ്തേക്കണത് അദ്വൈത് നായർ. അദ്വൈത് നായരും പിന്നെ സനൂപ് തൈക്കൂടം അവനും കൂടിയിട്ടാണ് ഇതിന്റെ സ്റ്റോറീസ്. ഞാൻ അവനും ഉദ്ദേശിച്ചത് ഒരു ഇങ്ങനെ പറഞ്ഞു പോയപ്പോഴാണ് അതിനെ റെസ്പെക്ട് ചെയ്യണവരാ. അത് സൂപ്പറായിട്ട് ഭംഗിയായിട്ട് അവരുടെ ജോലി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഒട്ടും ലാഗില്ലാത്ത എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ല കുറച്ച് ഇമോഷണലും ആയിട്ടുള്ള ഒരു മൂവി. സ്റ്റോറി ബേസ് എന്നൊക്കെ പറയാനായിട്ടാണെങ്കിൽ നമ്മളും ചെറുപ്പത്തിലൊക്കെ ഈ റെസ്ലിംഗ്, WWE, കെയ്ൻ, അണ്ടർടേക്കർ, അതുപോലെ ടൊട്ടാങ്കിള്, ജോൺ സീന, റെയ്മിസ്റ്റീരിയോ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ നമ്മളും ഫാനായിരുന്നു. ഞാൻ 90s കിഡാണ്. എന്റെ ഓർമ്മകളുണ്ട്. പണ്ട് നമ്മൾ റെസ്ലിംഗ് കളിക്കുകയും ചെയ്യും. ഇതൊക്കെ കണ്ടിട്ടേ തലക്ക് വ്യാപം പിടിച്ചിട്ട് റെസ്ലിംഗ് നമുക്ക് ഹരം കയറിയിട്ട് നമ്മൾ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ റെസ്ലിംഗും സമ്മർ അടിക്കുകയും അത് ഇത് ചെയ്യും, ലോക്ക് ചെയ്യലും ടാപ്പ് അടിക്കലും ഇതൊക്കെ നമ്മ 90s കിഡ്സിന് മെയിനായിട്ട് അതിന്റെ ഫീല് ഞാൻ പറയണത് കിട്ടും. അപ്പൊ അത് അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. അത് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളിയാണ്. അപ്പൊ 90s കിഡ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോയി കാണണം. 90s കിഡ്സിന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറെ സാധനങ്ങൾ ഇതിനകത്ത് എനിക്ക് പേഴ്സണലി കണക്ട് ആയി. കുറച്ച് സാധനങ്ങൾ നമ്മളും റെസ്ലിംഗ് ഫാനാണേ. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ റെസ്ലിംഗ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. റെസ്ലിംഗിന് ഇത് കാണാൻ വേണ്ടിയിട്ട് ഓടി വരുന്നത് തന്നെ. അപ്പൊ നമ്മൾ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ക്യാമിയോ റോളായിട്ട് വന്നേക്കണ ആൾ ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. ആ ഞാൻ അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് സസ്പെൻസ് ഒന്നല്ല. മമ്മൂട്ടി ഉണ്ട്. അത് തുടക്കം കാണിക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലായിപ്പോ. കിടിലനാണ്, കിടിലൻ. പുള്ളി വന്നിറങ്ങുന്നതും പുള്ളിയുടെ ഞാൻ പക്ഷെ പുള്ളി ഇത്രത്തോളം ടൈം അതിനുണ്ടാവും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ക്യാമിയോ റോൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയൊരു ഒറ്റ സ്ഥലത്ത് വന്ന് ഒറ്റ ഇതിൽ പോയി അങ്ങനത്തെ ഒരു പഞ്ച് കൊടുത്ത് പോകും എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ പുള്ളി വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരത്തേക്ക് ഉണ്ട്. കുറച്ച് നേരത്തേക്ക് ഒന്ന് രണ്ട് ഷോട്ടുകൾ ആ പുള്ളി ഉണ്ട്. പുള്ളി വന്നതും പുള്ളിയുടെ മമ്മൂട്ടിയുടെ ആ ഒരു റോള് മമ്മൂട്ടി പടാക്കി മാറ്റിയില്ല. മമ്മൂട്ടി ഫാൻസിന് അത് പ്രത്യേകിച്ച് മനസ്സിലാവും. ഞാൻ പറഞ്ഞതിന്റെ ഇത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ റോഷൻ മാത്യു, അതുപോലെ സിദ്ദിഖ്, റാഫി വെക്കാട്ടിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ സിനിമയിൽ മമ്മൂട്ടി വരുന്ന റോളുണ്ട്. മമ്മൂട്ടി വരുന്ന റോൾ ഞാൻ മമ്മൂട്ടിക്ക് ഇത്രയും ലെങ്ത്തിൽ പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷെ മമ്മൂട്ടി നമ്മളെ കുറച്ചു നേരത്തേക്ക് എന്റർടൈൻ ചെയ്യാനുണ്ട്. കുറച്ചു നേരത്തേക്ക് വെച്ച് കഴിഞ്ഞാല്
അതൊന്നും ഞാൻ പറയണില്ല, ഉണ്ട്, പുള്ളി ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ അർജുന അശോകൻ, അർജുന അശോകന്റെ റോള്, അതുപോലെ റോഷൻ മാത്യു, അതുപോലെ നമ്മുടെ നമ്മുടെ എന്റെ പേര് എന്തിട്ടായിരുന്നു, റോസമ്മയായിട്ട് അഭിനയിച്ചൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ പേര് വേദിക ശശികുമാർ എന്നാണ്. വേദിക, കുട്ടിയൊക്കെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കാർമെനസ് മാത്യു, ഇതിനകത്ത് ഫൈറ്റിലുള്ള ഒരു പെൺകുട്ടി. വേറെ ആക്ട്രസ് എന്നൊക്കെ പറയാനായിട്ട് ഒരുപാട് പേരൊന്നുമില്ല, ആദ്യത്തെ സ്നേഹാനാണ് ഇതിനുള്ളത്. ഓൾറെഡി ഒരു ഫൺ മൂവിയാണ്, അപ്പൊ അതിനകത്ത് റൊമാൻറ്റിക് സംഭവങ്ങളൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് പോകണ്ട. ഇനി ഈ പടത്തിനെ പറ്റി നെഗറ്റീവ് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാം, റൊമാൻസ് അല്ലെങ്കിൽ നായിക ഇമ്പോർട്ടൻസ് അങ്ങനെയൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ട് വരും. ഇത് പക്ക ഒരു ഫൺ മൂവിയാണ്. അത് മറ്റോണം ഈ ബബ്ബ പോലെ ഒരു മാഡ്നെസ് അല്ല കാണിച്ചിട്ടുള്ളത്. പക്ക എന്റർടൈൻ ചെയ്യുന്ന, പക്ക എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ഫീൽ ഗുഡ് ആണ് പടം, ടോട്ടലി ഫീൽ ഗുഡ് ആണ്. ആ കുട്ടിയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കാർമനസ് മാത്യു, ഞാൻ വേറെ സിനിമയിലൊന്നും ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, ബട്ട് ഈ പടത്തിൽ ആ പെൺകുട്ടി നന്നായി വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ വിശാഖ് നായർ, പിന്നെ അങ്ങനെ കുറിച്ച് ഞാനായിട്ടൊന്നും പറയണില്ല. വന്നേക്കണ പടങ്ങളിൽ അത്യാവശ്യം പുള്ളിയുടേതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം സിഗ്നേച്ചർ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഇങ്ങനെയൊക്കെ തന്നെ ഒരു ആസ് യൂഷ്വൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ. ഇതിൽ നെഗറ്റീവ് സൈഡ് പറയാനാണെങ്കിൽ എനിക്കൊരു നെഗറ്റീവ് സൈഡ് പറയാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില കാര്യങ്ങൾ കേട്ടോ, അത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അതെന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്പോയിലറായി, അതുകൊണ്ടൊന്നും ഞാൻ പറയണില്ല. അപ്പൊ പടത്തിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ഔട്ട് ഓഫ് 10 8ആണ്. പടം തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം, എന്നാലാണ് നിങ്ങൾക്ക് ആ ഒരു ഫൈറ്റിന്റെ ഒക്കെ ആ ഒരു ത്രില്ല് കിട്ടുള്ളൂ. എനിക്ക് തന്നെ അത് ഇങ്ങനെ ത്രില്ല്, ആ ഫൈറ്റുകളൊക്കെ അടിപൊളി, ക്യാമറ അടിപൊളി, ഫൈറ്റിന്റെ ആ ഒരു എടുത്തേക്കുന്ന ആംഗിളുകൾ, ഷോട്ടുകൾ, അവർ ചെയ്തേക്കുന്ന കൊറിയോഗ്രാഫി, ഫൈറ്റിന്റെ എല്ലാം അടിപൊളി. അതായത് മെയിനായിട്ട് രണ്ട് ഫൈറ്റുകളാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് എടുത്തു പറയാനുള്ളൂ. പക്ഷെ ആ രണ്ട് ഫൈറ്റുകളും ഒന്നിനൊന്ന് നമുക്ക് മനസ്സിലാവും. ഞാനിപ്പോ എന്താ പറയാ, പണ്ട് നമ്മ കുട്ടിക്കാലത്ത് ഈ WWE തലക്ക് പിടിച്ചിട്ട് നമ്മൾ ജോൺസീനെയും കെയിനും അണ്ടർടേക്കറൊക്കെ ആയിട്ട് നമ്മൾ കാണിച്ചിരുന്ന സാധനത്തിനെ നമ്മൾ ഇപ്പൊ വലുതായിട്ട് നമ്മൾ അതുപോലെ ചെയ്യുന്ന കുറെ സാധനങ്ങളായിട്ടൊക്കെ കണക്റ്റോ. ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ മനസ്സിലാക്ക്. ഇഫ് യു നോ യു നോ, അത്രയുള്ളൂ. അതായത് നമ്മ വലുതായ കുട്ടികളെ പോലെ, ഇപ്പൊ നമ്മ ഏജ് ആയെങ്കിലും ബോഡിയിൽ ഏജ് ആയെങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മളൊരു കുട്ടി ആയതുകൊണ്ട് അങ്ങനെയല്ലേ പറയാ. ചെറുപ്പത്തിൽ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു റെസ്ലിംഗില്ലേ, അതിന് നമ്മൾ വലുതായിട്ട് ചെയ്യുന്ന ഫീലില്ലേ, അത് നമുക്ക് കിട്ടും. രണ്ട് മാരക ഫൈറ്റ്, അത് നമുക്കൊരു ത്രില്ലോ, നമ്മളിങ്ങനെ ബലം പിടിക്കും. അത്രേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാൻ. ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിച്ച് പ്രാന്തിപ്പിക്കാനുള്ള. അപ്പൊ ശരി, എല്ലാരും പോയിട്ട് ചത്താപച്ച കാണാം. അർജുന അശോകനെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യില്ല. മമ്മൂട്ടിയും അർജുന അശോകനും വന്നിട്ടുള്ള പടങ്ങളൊക്കെ ഇപ്പൊ കത്തി കത്തി കയറി വരികയാണ്. അപ്പോ ഈ അടുത്ത് കണ്ടതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട മൂവികളിൽ വൺ ഓഫ് ദ മൂവി ആയിട്ട് മാറിയിരിക്കുന്നു ചത്താപച്ച. ഐ ഗിവ് ചത്താപച്ച ഔട്ട് ഓഫ് 10 8. ഓക്കെ, സോ ഗൈസ്, അടുത്ത സിനിമകൾ ഇറങ്ങാൻ കിടക്കുന്നു. വെയിറ്റിംഗ്, നമുക്ക് ഉടനെ തന്നെ കാണാം. ഇടയ്ക്കിടയ്ക്ക് തന്നെ കാണാണ്ടാകുമ്പോൾ ആർക്കെങ്കിലൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോറി. ഞാൻ അടുത്തൊന്നും മിസ് ചെയ്യിപ്പിക്കില്ല, ഞാനിങ്ങനെ വരാം, ഫ്രീക്വൻ്റ് ആയിട്ട് വരാം. ഓക്കെ, സീ യു, ബൈ ബൈ.